പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വൺ ടച്ച് PSCയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ജൂലൈ 11 നടന്ന സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന്റെ 378/2024 379/2024 എക്സാം പേപ്പറാണ്. 50 ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യും. ബാക്കി വരുന്ന ചോദ്യങ്ങൾ അടുത്തൊരു വീഡിയോ ആയിരിക്കും ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പെയ്ഡ് ബാച്ചിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്. അതിന്റെ കോഴ്സ് സ്ട്രക്ചർ, ഫീസ്, ടൈമിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അഡ്മിനിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നിങ്ങൾക്ക് ആ നമ്പറോട് കോൺടാക്ട് ചെയ്താൽ ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ മെന്ററായി സംസാരിക്കുന്നുണ്ട്. ഡയറക്റ്റ് നമ്മുടെ മെന്ററും നമ്മുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ പറ്റും. ഓക്കെ, ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം 1. അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. USA സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? USA സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം, കോൾഡ് വാർ എന്ന പദം മുന്നോട്ട് വെച്ചത്? ജോർജ് ഓർവെൽ. ഓപ്ഷൻ ബി, ജോർജ് ഓർവെൽ. ചോദ്യം 3. ഡഫ്രിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഡഫ്രിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻ എ, ലാലാ ലജ്പത് റായ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? ചോദ്യം 4 ഒരിക്കൽ കൂടി. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? ഓപ്ഷൻ ബി, കാൻഡൻ. ചോദ്യം 5. ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഏത് വിദേശ നയത്തിന്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ്? ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ്? ഓപ്ഷൻ സി, നാം അഥവാ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ചോദ്യം 6. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കേരളത്തിൽ നമ്മുടെ സ്വന്തം കോഴിക്കോട്. ചോദ്യം 7. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? ഓപ്ഷൻ സി, ട്രോപ്പോസ്ഫിയർ. ചോദ്യം 8. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? അകക്കാമ്പും താഴത്തെ ആവരണം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി, 1, 4. ചോദ്യം 9 നോക്കാം. സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ? ഓപ്ഷൻ എ, ഒഡീഷയിലെ വിതാർകണിക. സുന്ദർബൻ ഡെൽറ്റ ഉള്ളത് അറിയാം, സുന്ദർബൻ വെസ്റ്റ് ബംഗാൾ. ചോദ്യം 10 നോക്കാം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ? ഓപ്ഷൻ ഡി, നാഗാലാൻഡ്. ചോദ്യം 11. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണ ക്രമം താഴെ പറയുന്നവയിൽ നിന്ന് തിരിച്ചറിയുക. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണ ക്രമം താഴെ പറയുന്നവയിൽ നിന്ന് തിരിച്ചറിയുക. കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പാലക്കാട്. ഓപ്ഷൻ സി, നമ്മുടെ ഉത്തരം. കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പാലക്കാട്. ചോദ്യം 12. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഓപ്ഷൻ എ, ഗുജറാത്ത്. ഇന്ത്യൻ ആസൂത്രണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? 1. പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966-69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശരിയാണ്.
കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 978 പഞ്ചവത്സര പദ്ധതി അതിന്റെ 4ാം വർഷത്തിൽ അവസാനിച്ചു. ശരിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി 990 ആരംഭിക്കാൻ കഴിഞ്ഞില്ല. പകരം 992 മാത്രമാണ് ആരംഭിച്ചത്. നമ്മുടെ എല്ലാം ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി, ഓൾ ഓഫ് ദി അബവ് ഈസ് കറക്റ്റ് ആൻസർ. നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? DMEOയും NILERDയും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അത് ശരിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്നു. അത് തെറ്റാണ്. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 1ഉം 3ഉം ശരി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 3ഉം ശരി. ഹരിത വിപ്ലവത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഹരിത വിപ്ലവത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്ത് സഹായിച്ചിട്ടുണ്ട്. ശരിയാണ്. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. അത് ശരിയാണ്. ക്രിഗർ മെന്റലിനെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് തെറ്റാണ്. 1ഉം 2ഉം ശരി. ഓപ്ഷൻ ബി, 1ഉം 2ഉം ശരി. 16. GST കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. അത് ശരിയാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. ശരിയാണ്. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. 3 ശരിയാണ്. ഓൾ ഓഫ് ദി അബവ് ഈസ് കറക്റ്റ് ആൻസർ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. ശരിയാണ്. ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക KYC മാനദണ്ഡങ്ങൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അത് തെറ്റാണ്. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അത് ശരിയാണ്. 1ഉം 3ഉം ശരി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 3ഉം. (2021) പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല. ശരിയാണ്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും 2021 കാനറ ബാങ്കിൽ ലയിച്ചു. അത് തെറ്റാണ്. ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയുമായി ലയിച്ചത് 2021 ഈ ലയന പ്രക്രിയയുടെ ഭാഗമായിരുന്നു. അത് തെറ്റാണ്. അപ്പം 2ഉം 3ഉം തെറ്റ്. ഓപ്ഷൻ 1 മാത്രമാണ് ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ, ഓൺലി 1 ഈസ് അവർ ആൻസർ. 19. ഇന്ത്യൻ ഭരണഘടന പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് സംബന്ധിച്ചാണ് ചോദ്യം. ഇത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് നിയമിക്കുന്നത്. ശരിയാണ്. ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് നിയമിക്കുന്നത്. ശരിയാണ്. ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് നിയമിക്കുന്നത്. ശരി. ബന്ധപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തിയ ശേഷം നിയമിക്കുന്നത് തെറ്റാണ്. അപ്പം 1, 2, 3 ശരി. 1, 2, 3 ശരി. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. ചോദ്യം 20. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പ്രസ്താവന 1. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. പ്രസ്താവന 2. നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. 2ഉം ശരിയാണ്. ബോത്ത് 1 and 2 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 21. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക പ്രത്യേകം.
രാഷ്ട്രത്തിന്റെ ഐക്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അമുഖത്തിലുണ്ടല്ലോ. യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ അതില്ലല്ലോ, തെറ്റാണ്. രാഷ്ട്രത്തിന്റെ അഖണ്ഡ, രണ്ട് ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. നമ്മുടെ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 മാത്രം, 2 ഓൺലി. ഓപ്ഷൻ ബി നമ്മുടെ ഉത്തരം. ചോദ്യം 22. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്? താഴെ പറയുന്നതിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്? ഓപ്ഷൻ ബി 86-ാം ഭരണഘടനാ ഭേദഗതി നിയമമാണ്. 23. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അത് ശരിയാണ് കേട്ടോ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടക്കുന്നതിനായി കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല എങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ പാടില്ല. ശരിയാണ്. ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഓരോ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അംഗീകാരത്തിനായി സഭകൾക്ക് മുമ്പാകെ വഹിക്കേണ്ടതാണ്. കൂടാതെ 6 മാസത്തിന് ശേഷം പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അംഗീകാരം പ്രഖ്യാപനത്തിൽ ലഭിച്ചില്ല എങ്കിൽ രാഷ്ട്രപതിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നിർത്തലാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം ശരി. ചോദ്യം 24. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഇതാണ്. ശരിയല്ലാത്താണ് ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലാത്തത്. 1946 ഡിസംബർ 9-ന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. അത് ശരിയാണ്. 1946 ഡിസംബർ 11-ന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. എന്താ? അത് തെറ്റി. ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ. 1940 ഓഗസ്റ്റ് 29-ന് ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ശരിയല്ലാത്തത് 2 മാത്രം. ഓപ്ഷൻ സി. 25. ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ 3. വൈദ്യുതി മാത്രമാണ്. ഓപ്ഷൻ സി. ചോദ്യം 26. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11-ൽ പ്രതിപാദിച്ചിരിക്കുന്നു. ശരിയാണ്. യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14-ൽ പ്രതിപാദിച്ചിരിക്കുന്നു. അത് ശരിയാണ്. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16-ൽ പ്രതിപാദിച്ചിരിക്കുന്നു. ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ഈസ് കറക്റ്റ് ആൻസർ. 27 നോക്കാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. അത് ശരിയാണ്. മറ്റൊരു അംഗം നിലവിലെ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. അതല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജഡ്ജി ആയിരിക്കണം. ശരിയാണ്. ജസ്റ്റിസ് ജെ ബി കോശി ചെയർപേഴ്സണായും ഡോക്ടർ എസ് ബലരാമൻ, ശ്രീ ടി കെ വിൽസൺ എന്നിവർ അംഗങ്ങളായുള്ള ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷനെ 1998-ൽ കേരള ഗവൺമെന്റ് നിയമിച്ചു. അത് തെറ്റാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 1, 2 ശരി. 28 നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശത്തെ മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 19(1)(a). ചോദ്യം 29. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? അഭയകരണം ശരിയാണ്, പടുകൊല ശരിയാണ്, സ്നേഹസ്പർശനം ശരിയാണ്, ആശ്വാസനിധി ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓൾ ദി എബോവ് ഈസ് കറക്റ്റ് ആൻസർ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 30 നോക്കിയാലോ.
കേരളത്തിൽ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? 1950 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. അത് ശരിയാണ്. കേരളത്തിലെ തദ്ദേശ ഭരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാറ്റങ്ങൾ പഠിക്കുന്നതിനും ശുപാർശ ചെയ്യുന്നതിനുമായി 1996 കെ ശശിധരൻ നായർ കമ്മീഷൻ രൂപീകരിച്ചു. അത് തെറ്റാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. അത് ശരിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1, 3 നമ്മുടെ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി നമ്മുടെ ഉത്തരം. 31 കേരള സർക്കാർ ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തായിരുന്നു? പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക. ശരിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് EWS 10% സംവരണം ഏർപ്പെടുത്തുക. അത് തെറ്റാണ്. പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുക. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം 1, 3. നമ്മുടെ ഉത്തരം 1, 3 ശരിയാണ്. ഓപ്ഷൻ സി. 32 നോക്കാം. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എൻപ്രൗഡ്. ഓപ്ഷൻ ബി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി, എൻപ്രൗഡ്. 33 ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ഓപ്ഷൻ ഡി. ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ. ഓക്കെ. 34 പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറകഷ്ണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറകഷ്ണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ടെഫ്ര. ഓപ്ഷൻ സി, ടെഫ്ര. 35 ചിക്കൻ ബോക്സ് എന്ന പകർച്ചവ്യാധിയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ചിക്കൻ ബോക്സ് എന്ന പകർച്ചവ്യാധിയെ വേരിസെല എന്നും കൂടി വിളിക്കുന്നു. 36 കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. 36 ബി. ചോദ്യം 37 ഐക്യരാഷ്ട്രസഭയുടെ UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സസ്റ്റൈൻഡ് ഡെവലപ്മെന്റ് ഗോൾസ് 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഈ ദൗത്യം ആർദ്ര കേരളം. 38 ഒരു ചതുരത്തിന്റെ ഓരോ വശവും 1.1 മീറ്ററായി അളക്കുന്നു. ഉചിതമായ പ്രധാന കണക്കുകളിൽ ചതുരത്തിന്റെ വിസ്തീർണം എന്താണ്? 1.2 മീറ്റർ സ്ക്വയർ. 39 ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാക്കുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകൾ മാത്രമാണ്. അത് ശരിയാണ്. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധിക്കുന്നത് ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമുകൾ മാത്രമാണ്. അത് തെറ്റ്. സ്ഥിരമായ വേഗത്തിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൻ അല്ലാത്ത ഫ്രെയിമിന്റെ ഒരു ഉദാഹരണമാണ്. അത് തെറ്റ്. വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൻ അല്ലാത്ത ഫ്രെയിമിന്റെ ഉദാഹരണമാണ്. അത് ശരി. 1, 4 ശരി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി, 1, 4 ശരി. 40 തെർമോഡൈനാമിക്സിന്റെ 0 നിയമം ഡാഷിനെ സൂചിപ്പിക്കുന്നു. തെർമോഡൈനാമിക്സിന്റെ 0 നിയമം താപസന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. 41 ഐക്യരാഷ്ട്രസഭ 2025 ഡാഷായി പ്രഖ്യാപിക്കുന്നു. ഐക്യരാഷ്ട്രസഭ 2025 അന്താരാഷ്ട്ര ക്വാണ്ട ശാസ്ത്രം സാങ്കേതിക വർഷമായി പ്രഖ്യാപിക്കുന്നു. ഐക്യരാഷ്ട്രസഭ 2025 അന്താരാഷ്ട്ര ക്വാണ്ടം
ശാസ്ത്ര സാങ്കേതിക വർഷമായി പ്രഖ്യാപിക്കുന്നു. 42 കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫിൻ ഒരു ഡാഷ് ആണ്. കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫിൻ എന്താണ്? ദ്വിമാന പദാർത്ഥമാണ്. ഓപ്ഷൻ ഡി ദ്വിമാന പദാർത്ഥമാണ്. 43 വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് താഴെ പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക. വലിപ്പം വർദ്ധിക്കുന്നതനുസരിച്ച് താഴെ പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക. ഓപ്ഷൻ സി. 44 പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലയോഡ് ഏതാണ്? പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലയോഡ് ഏതാണ്? നിക്കോട്ടിൻ. 45 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതിനു വേണ്ടിയാണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമനയവും. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമനയവും. ഓപ്ഷൻ എ നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ. 46 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര് ഡി ഗുഗേഷ്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര് ഡി ഗുഗേഷ്. ഓപ്ഷൻ സി ഡി ഗുഗേഷ്. 47 മുച്ചിലോട്ട് ഭഗവതി കേരളത്തിന്റെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുച്ചിലോട്ട് ഭഗവതി തെയ്യം കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 48 കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേരെന്ത്? കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേര് മല്ലിക സാരാഭായി. 49 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ ആദാമിന്റെ മകൻ അബു. 2010 സലീം കുമാറിന് എന്താണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച സിനിമ ആദാമിന്റെ മകൻ അബു ആണ്. 50 ചോദ്യം, ലാസ്റ്റ് ചോദ്യം. പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യനായത്? പങ്കജ് അദ്വാനി ബില്യാർഡ്സ് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യനായത്. 50ഓളം ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. കുറച്ച് വേഗത്തിൽ നമ്മൾ വിട്ടത് നമ്മൾ ക്ലാസ് ലെങ്ത് ആവുന്നുണ്ട്. അതാണ് നമ്മൾ 50 ചോദ്യങ്ങൾ മാത്രം കവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ബാക്കി വരുന്ന ചോദ്യങ്ങൾ അടുത്തൊരു വീഡിയോയിലായിരിക്കും നമുക്ക് ക്ലാസ് കൊടുക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. അതിൻ്റെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ക്ലാസ്സുകളാണ് വേണ്ടത്, എങ്ങനെയാണ് ഞങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത്, നമ്മുടെ ഈ ഒരു സെറ്റിങ്സ് എങ്ങനെയാണ് മാറ്റേണ്ടത്, ഒക്കെ നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിലേക്ക് പെടുത്താം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.